ഹായ് ഫ്രണ്ട്സ്. അപ്പൊ കേറ്ററ്റ് എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ. ഇപ്പൊ സുപ്രീം കോടതി വിധിയൊക്കെ വന്നു. നിലവിൽ ജോലിയിലിരിക്കുന്ന അധ്യാപകർക്ക് കേറ്ററ്റ് നേടിയെടുക്കാൻ ഇത്ര കാലാവധിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ DELD-ഉം അതുപോലെ BEd-ഉം ഒക്കെ പാസ്സായ അധ്യാപന ജോലി സ്വപ്നം കാണുന്ന എല്ലാവർക്കും എന്ത് ആവശ്യമാണ്? കേറ്ററ്റ് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ ഈ കേറ്ററ്റ് എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയേ അല്ല. കറക്റ്റ് സിലബസ് വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെയും സൈക്കോളജി ക്ലാസ്സസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ഓർഡറിലല്ല ഇട്ടിരുന്നത്. അപ്പൊ ഇപ്പൊ മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ഓർഡറിൽ ക്ലാസ് ഇടാൻ പോവുകയാണ്. അതായത് സിലബസ് ബേസ്ഡ് ക്ലാസ് ഇടാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ കാറ്റഗറി 2 ആണ് മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാറ്റഗറി 1-നും ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, 30 മാർക്ക് വരുന്ന ഒരു ഭാഗമാണ് സൈക്കോളജി എന്ന് പറയുന്നത്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി. അതിൽ ചൈൽഡ് ഡെവലപ്മെന്റ് എന്നുള്ള പോർഷനകത്ത് എത്രയാണ്? 15 മാർക്കും പിന്നെ പെഡഗോഗിയിൽ 15 മാർക്കും അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിപ്പോ പഠിക്കാൻ പോകുന്നത് ചൈൽഡ് ഡെവലപ്മെന്റില് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, വളർച്ചയും വികാസവും, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് തോന്നും ഇത് സിമ്പിൾ അല്ലേ എന്ന് തോന്നും. പക്ഷെ ഇതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? കുഴപ്പിക്കുന്ന ചോദ്യമാണ്. വളർച്ചയുടെ പ്രത്യേകത ആയിട്ടുള്ളവ ഏത്, വളർച്ചയുടെ പ്രത്യേകത അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമുക്ക് ആകെ ഡൗട്ട് ആവും. അപ്പൊ ആ ഡൗട്ട് ഒന്നും ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് പഠിച്ചു പോവാം. എന്താണ് വളർച്ച, എന്താണ് വികാസം? ആദ്യം നമുക്ക് വളർച്ചയെ പറ്റി പഠിക്കാം. വളർച്ച എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോത്ത്. ഒന്നുമില്ല, നമ്മൾ നമ്മളെ പറ്റി തന്നെ അങ്ങ് ചിന്തിച്ചാൽ മതി. ഒരു വ്യക്തിയുടെ രൂപത്തിലും പിണ്ടത്തിലും വരുന്ന മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെറുതിലെ, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള പോലെ അല്ലല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ രൂപത്തിൽ മാറ്റം വന്നു, പിണ്ടത്തിലും മാറ്റം വന്നു. പിണ്ടം എന്ന് വെച്ചാൽ മാസ്. നമ്മുടെ രൂപത്തിലും പിണ്ടത്തിലും വരുന്ന മാറ്റത്തെയാണ് വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഈ വളർച്ച സംഭവിക്കുന്നത്? ജൈവകോശങ്ങളുടെ വർധനവ് ഉണ്ടാവുന്നതിലൂടെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? വളർച്ച ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ജൈവകോശങ്ങളുടെ വർധനവാണ് എന്തിന് കാരണമാകുന്നത്? വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഈ വളർച്ച എന്ന് പറയുന്നത് പാരിമാണികമാണ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. എന്താണ് പാരിമാണികം അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്? നമുക്ക് അളന്നു നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വെയിറ്റ് അല്ലെങ്കിൽ നമ്മുടെ മാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അളന്നു നോക്കാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ അത് പാരിമാണികമാണ്. ഓക്കെ, ഇനി ഇതൊരു അനുസ്യൂത പ്രക്രിയ അല്ല. എന്താണ് അനുസ്യൂതം? അനുസ്യൂത പ്രക്രിയ എന്ന് പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? അനുസ്യൂതം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതൊരു അനുസ്യൂത പ്രക്രിയ അല്ല. നമുക്ക് ഒരു ഘട്ടം എത്തുമ്പോൾ എന്ത് ചെയ്യും? നിലയ്ക്കും അല്ലെ? വളർച്ച എന്ന് പറയുന്നത് നിലയ്ക്കും. ഓക്കെ, ഒരു 10-21 വയസ്സാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വളർച്ച നിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം? പരിപക്വതയോടെ, മെച്ചുറേഷനോടെ എന്ത് ചെയ്യുന്നു? ഈ വളർച്ച അവസാനിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? വളർച്ച എന്ന് പറയുന്നത്. ഘടനാപരവും നമ്മുടെ രൂപത്തിലും അതുപോലെ ശാരീരികമായി മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വളർച്ച പഠനത്തെ ആശ്രയിക്കുന്നുണ്ടോ? ഇല്ല, പഠനത്തെ ആശ്രയിക്കുന്നില്ല. അല്ലെങ്കിൽ പരിപക്വനത്തെ ആശ്രയിക്കുന്നുണ്ടോ? ഇപ്പൊ നല്ല പൊക്കമുള്ള ഒരാളും അല്ലെങ്കിൽ നല്ല തടിയുള്ള ഒരാളും തടി ഇല്ലാത്ത ഒരാളും അപ്പൊ അങ്ങനെ രണ്ടുപേര് നിൽക്കുന്നു. ഇതിൽ ആർക്കാണ് ബുദ്ധി കൂടിയത്? ഇപ്പൊ പൊക്കമുള്ള ആൾക്കാർക്ക് ബുദ്ധി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നേ? അങ്ങനൊന്നുമില്ല. അപ്പൊ വളർച്ച എന്തിനെ ആശ്രയിക്കുന്നില്ല? പഠനത്തെ ആശ്രയിക്കുന്നില്ല. ഓക്കെ, ഇനി ഈ വളർച്ച എന്ന് പറയുന്നത് എങ്ങനെയാണ്? നേരിട്ട് നിരീക്ഷിക്കുവാനും അളക്കുവാനും കഴിയും അല്ലെ? നമുക്ക് ഓരോ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും, നേരിട്ട് അളക്കാൻ പറ്റും. അപ്പൊ നേരിട്ട് നിരീക്ഷിക്കുവാനും അളക്കുവാനും കഴിയുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? വളർച്ച എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? വളർച്ച സഞ്ചിതമാണ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ആണ്. സഞ്ചിതം എന്ന് പറയുന്നത് നേരിട്ട് കാണാനും പറ്റും, അല്ല അളക്കാൻ പറ്റും, അതാണ് സഞ്ചിതമായിട്ടുള്ളത്. അപ്പൊ വളർച്ച എന്താണ്? സഞ്ചിതമാണ്. വളർച്ച വികസനത്തിന് കാരണമാകാം, കാരണമാവാതിരിക്കാം. ഇപ്പോ എന്താണ്? നല്ലപോലെ വളർന്ന ഒരാൾക്ക് വികാസം ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. അതേപോലെ ചെറുതായിട്ടിരിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വികാസം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വളർച്ച വികസനത്തെ എന്ത് ചെയ്യുന്നില്ല? സ്വാധീനിക്കുന്നില്ല. സ്വാധീനിക്കാം, സ്വാധീനിക്കാതിരിക്കാം.
അപ്പൊ വളർച്ച എന്ന പോർഷൻ ഇത്രയേ ഉള്ളൂ. ഇനി വികാസം അല്ലെങ്കിൽ ഡെവലപ്മെന്റ്. ഓക്കെ, എന്താണ് വികാസം അല്ലെങ്കിൽ ഡെവലപ്മെന്റ്? ഒരു വ്യക്തിയെ പരിപക്വതയിലേക്ക് നയിക്കുന്ന, മെച്ചുറേഷനിലേക്ക് നയിക്കുന്ന പുരോഗനാത്മകമായ മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? വികാസം എന്ന് പറയുന്നത്. ഓക്കെ, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരാൾ വളർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ മാനസികമായിട്ടുള്ള, വൈജ്ഞാനികമായിട്ടുള്ള എല്ലാ വളർച്ചയും, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വികാസം എന്ന് പറയുന്നത്. ഓക്കെ, പുരോഗനാത്മകമായ മാറ്റം. ഈ വികാസം എന്ന് പറയുന്നത് ഒരു വികാസം എന്ന് പറയുന്നത് ഗുണാത്മകമാണ്. അതായത് ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാളിറ്റിയാണ് വർദ്ധിക്കുന്നത്, ക്വാണ്ടിറ്റി അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അളക്കാൻ പറ്റുമോ? ഇല്ല, അളക്കാൻ പറ്റില്ല. അതുപോലെ വികാസം എന്താണ്? പരിപക്വതയുടെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല, അവസാനിക്കുന്നില്ല. അത് നമ്മൾ മരണം വരെയും എന്ത് ചെയ്യും? ജനനം മുതൽ മരണം വരെയും എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വികാസം എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? അനുസ്യൂതമാണെന്ന് പറയാം. അനുസ്യൂതം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനനം മുതൽ മരണം വരെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ഓക്കെ, വികാസം എന്ന് പറയുന്നത് സമഗ്രമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളർച്ച എങ്ങനെയാണ്? ഘടനാപരമായിട്ടുള്ള അങ്ങനെയുള്ള മാറ്റത്തെയാണ് എന്തെന്നുള്ള വളർച്ച എന്ന് പറയുന്നത്. രൂപത്തിലും ഒക്കെ ഉള്ള മാറ്റമാണ് എന്താണ്? വളർച്ച. വികാസം എന്ന് പറയുന്നത് എന്താണ്? സമഗ്രമായ മാറ്റമാണ്. എന്ന് വെച്ചാൽ എന്താണ്? വൈജ്ഞാനികമായിട്ടും വൈകാരികമായിട്ടും സന്മാർഗിക ഘടകങ്ങളും ഇതിലെല്ലാം എന്ത് വരുന്നു? മാറ്റം വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വികാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പരിപക്വതയെയും പഠനത്തെയും എന്ത് ആശ്രയിക്കുന്നുണ്ട്? വികാസം ആശ്രയിക്കുന്നുണ്ട്. ഓക്കെ, പരിപക്വതയെയും പഠനത്തെയും ആശ്രയിക്കുന്ന ഘടകമാണ് എന്തെന്ന് പറയുന്നത്? വികാസം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഈ വികാസത്തെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുമോ? ഇല്ല. അളക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ നിരീക്ഷിക്കുവാനോ അളക്കാനോ കഴിയില്ല എന്ത്? വികാസം. ഓക്കെ, വളർച്ചയില്ലാതെ തന്നെ സാധ്യമാകുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? വികാസം എന്ന് പറയുന്നത്, അല്ലെ? വളരെ ചെറിയ ആളുകളുണ്ട്, പക്ഷെ അവരുടെ ബുദ്ധിവികാസം വളരെ വലുതായിരിക്കും. അപ്പൊ വളർച്ചയില്ലാതെ തന്നെ എന്ത് സാധ്യമാകുന്നു? വികാസം സാധ്യമാകുന്നുണ്ട്. അതുപോലെ ഈ വളർച്ചയെ ബാധിക്കുന്ന ഘടകങ്ങളാണ് അപകടങ്ങൾ, അതുപോലെ തന്നെ ദീർഘകാല അസുഖങ്ങൾ. ഇതെല്ലാം എന്തിനെ ബാധിക്കുന്നു? വികാസത്തെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് വൈജ്ഞാനികവും വൈകാരികവും സാൻമാർഗിക ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണെന്ന് പറഞ്ഞു വികാസം. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ആന്തരികം എന്ന് പറയാം. വളർച്ച നമുക്ക് ബാഹ്യമായിട്ട് കാണാൻ കഴിയുന്ന ഒന്നാണെങ്കിൽ ഈ വികാസം എന്ന് പറയുന്നത് ആന്തരികമാണെന്ന് പറയാം. അതുപോലെ വളർച്ച എന്ന് പറയുന്ന വികാസത്തിന്റെ ഒരു ചെറിയ ഘടകം മാത്രമാണ് വളർച്ച. എന്നാൽ വികാസം എന്ന് പറയുന്നത് എന്താണ്? വിപുലമാണ്, അതുപോലെ തന്നെ സമഗ്രവുമാണ്. ഓക്കെ, ഒരു വ്യക്തിയുടെ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് പറയുന്നത് വികാസം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്? വികാസം എന്ന് പറയുന്നത്. അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വളർച്ചയിലും വ്യത്യാസമുണ്ട്, വികാസത്തിലും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് വളർച്ചയും വികാസത്തിന്റെയും ഒരു ഇൻട്രൊഡക്ഷൻ. ഈ ഇൻട്രൊഡക്ഷനിൽ നിന്ന് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. അപ്പൊ വളർച്ച വികാസം ഇവിടെ അവസാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഓരോന്നായിട്ട് നമുക്ക് അടുത്ത ഓരോ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു വരാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതുപോലെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.